സൂര്യന് മേലെയും താഴെയുമായി സർവ്വതിനെയും പറ്റി അറിയുന്ന പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, നിങ്ങളുടെ അസാമാന്യമായ പാണ്ഡിത്യം കൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ആ ധൈര്യം ഉള്ളത് പറഞ്ഞാൽ ചാൾസ് ശോഭരാജിൽ പോലും കണ്ടിട്ടില്ല. SUCIയുടെ നേതൃത്വത്തിൽ ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുന്ന സമരത്തിന് മാധ്യമങ്ങൾ നൽകുന്ന കവറേജിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ആശാമാർ കേന്ദ്ര സർക്കാരിന്റെ NHMന്റെ കീഴിലാണെന്നും കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണെന്നും അറിയാഞ്ഞിട്ടല്ല. എല്ലാ ദിവസവും LDF സർക്കാരിനെതിരെ വാർത്ത നിർമ്മിക്കാൻ എന്തെങ്കിലുമൊക്കെ കാരണം വേണമല്ലോ. അതുകൊണ്ടാണ് കൂടെ കൂടിയ UDF പോലും പൊടിതട്ടിപ്പോയിട്ടും SUCIയുടെ സമരം ഇപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഒന്നാം UPA സർക്കാർ 2005 ആരംഭിച്ച നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനു കീഴിൽ ജനങ്ങളും ആരോഗ്യ സംവിധാനവും തമ്മിൽ ചേർക്കുന്ന കണ്ണിയായി ആരോഗ്യ സേവനങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിയോഗിച്ച വനിതാ തൊഴിലാളികളാണ് ആശാവർക്കർമാർ. സന്നദ്ധ പ്രവർത്തകർ എന്ന നിലയിലാണ് പദ്ധതി ആവിഷ്കരിച്ചത്. അങ്കണവാടി ജീവനക്കാരെ പോലെ പ്രതിമാസ നിശ്ചിത വേതനം പോലും ഇവർക്കില്ല. 1ഉം 2ഉം മൻമോഹൻ സിംഗ് സർക്കാരുകളും തുടർന്ന് വന്ന 1ാമത്തെയും 2ാമത്തെയും ഇപ്പോൾ 3ാമത്തെയും മോദി സർക്കാരുകളും ആശാമാർക്ക് നിശ്ചിത പ്രതിമാസ വേതനം നൽകാൻ തയ്യാറായിട്ടില്ല. നിരന്തര സമരഫലമായി 2009 മൻമോഹൻ സർക്കാർ 8 നിശ്ചിത സ്ഥിര ജോലിക്കാർക്കായുള്ള പീസ് റേറ്റ് എന്ന നിലയിൽ 1000 രൂപയാണ് പ്രതിമാസ വേതനം നിശ്ചയിച്ചത്. 2018 ഡൽഹിയിൽ CITU, കിസാൻ സഭ, കർഷക തൊഴിലാളി യൂണിയൻ എന്നീ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ 2 ലക്ഷത്തോളം തൊഴിലാളികളും കർഷകരും പങ്കെടുത്ത മസ്ദൂർ കിസാൻ സംഘർഷ് റാലിയുടെ പിന്നാലെ ഈ തുക 2000 രൂപയായി വർദ്ധിപ്പിക്കാൻ BJP സർക്കാർ നിർബന്ധിതമായി. 2010 ശേഷം ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചിട്ടില്ല. എന്നാൽ കേന്ദ്രം ആശാമാരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നതിനെതിരെ നിലവിലെ ആശാവർക്കർമാരുടെ സമരം മിണ്ടുന്നില്ല. സംസ്ഥാന സർക്കാരും CITUവുമാണ് ഏറ്റവും വലിയ തൊഴിലാളി വിരുദ്ധർ എന്ന് പ്രചരിപ്പിക്കുകയാണ് ഈ സമര നേതൃത്വത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യമെന്നത് വ്യക്തമായി കഴിഞ്ഞു. കേന്ദ്ര ബജറ്റ് വിഹിതം വെട്ടിക്കുറയ്ക്കുന്നതിന് ഫലമായി എല്ലാ സംസ്ഥാനങ്ങളിലും മാസങ്ങളോളം ഇൻസെന്റീവ് മുടങ്ങിക്കിടക്കുന്നുണ്ട്. എന്നാൽ കേരള സർക്കാരിനോട് എടുക്കുന്നത് സംസ്ഥാനത്തിന്റെ വിഹിതം മുഴുവനായും തടഞ്ഞുവെക്കുന്ന സമീപനവുമാണ്. കേന്ദ്ര സർക്കാരിന്റെ കുടിശ്ശിക വിഹിതം ഉടൻ നൽകണമെന്ന് ആവശ്യപ്പെടുക പോലും ചെയ്യാതെ 21,000 രൂപയായി വേതനം വർദ്ധിക്കാതെ സമരം പിൻവലിക്കില്ല എന്ന സമീപനം കേരളത്തിൽ SUCI സ്വീകരിക്കുമ്പോൾ അതിന്റെ പിന്നിലെ രാഷ്ട്രീയം എന്താണ്? ആരെ സഹായിക്കാനാണ് ഈ നാടകം? ഇതൊന്നും ഇവിടുത്തെ മാധ്യമങ്ങൾ ചോദിക്കില്ല, വസ്തുത ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുകയുമില്ല. കേന്ദ്ര പദ്ധതിയാണ് ഈ NHM. അതിനു കീഴിലാണ് ആശാവർക്കർമാർ. NHM പദ്ധതിയെ തന്നെ ഇല്ലായ്മ ചെയ്യാനുള്ള നിരന്തര ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. ഇതെല്ലാം മറച്ചുവെച്ച് ആശാവർക്കർമാർ നിരന്തരമായി പീഡിപ്പിക്കപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം എന്ന ആഖ്യാനം തൊഴിലാളികൾക്ക് വേണ്ടിയല്ല. കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളുടെ ഏക ലക്ഷ്യം ഇടതുപക്ഷത്തെ കരിവാരി തേക്കുകയെന്നത് മാത്രമാണ്. കേന്ദ്ര സർക്കാരിനെതിരെ ചെറുവിരൽ അനക്കിയാൽ കോർപ്പറേറ്റ് മുതലാളിമാരുടെ താക്കീത് വരും. സംസ്ഥാന സർക്കാരിനെ ഇകഴ്ത്തിക്കൊണ്ട് കേന്ദ്രത്തെ സോപ്പിട്ട് പതപ്പിച്ചാലേ നിഷ്പക്ഷരെന്ന് സ്വയം വിളിക്കുന്ന മാധ്യമങ്ങൾക്ക് നിലനിൽപ്പുണ്ടാകും.